നമസ്കാരം. അച്ചടക്കത്തിന്റെ അഭിമാന വഴികൾ. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലുണ്ടായിരുന്ന അപജയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണിത്. ക്യാമ്പസുകളിൽ അധ്യാപകർ ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയാണ്. സ്കൂൾ കുട്ടികളുടെ ശിക്ഷണ നടപടികൾ പലപ്പോഴും വിവാദമാകാറുണ്ട്. ശാരീരികമായ ശിക്ഷ പഴഞ്ചൻ ഏർപ്പാടാണെന്ന് കരുതുന്ന കാലമാണിത്. ആധുനിക മനഃശാസ്ത്ര വഴികളിൽ ചെറിയ കുട്ടികളുടെ പോലും അച്ചടക്കം വടിയെടുത്ത് നടപ്പാക്കേണ്ടതല്ലെന്ന ചിന്തയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച വിധി സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. സ്കൂൾ അച്ചടക്കത്തിന്റെയും വിദ്യാർത്ഥികളുടെ തെറ്റ് തിരുത്തലിന്റെയും ഭാഗമായി സദുദ്ദേശത്തോടെ അധ്യാപകൻ ശിക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കരുതാനാവില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. എറണാകുളം കോടനാട് പോലീസ് 2018 രജിസ്റ്റർ ചെയ്ത കേസിൽ പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഹർജിക്കാരനെതിരെയുള്ള തുടർ നടപടികൾ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. ടെസ്റ്റ് പേപ്പറിന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ എറണാകുളം കോടനാട് തോട്ടുവ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ തല്ലി എന്നതായിരുന്നു കേസ്. നന്നായി പഠിക്കുന്നതിനെക്കുറിച്ചും ഉയർന്ന മാർക്ക് നേടുന്നതിനെക്കുറിച്ചും ജാഗ്രതപ്പെടുത്തുന്നതിനാണ് അധ്യാപകർ ശ്രമിച്ചതെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. വിദ്യാർത്ഥികളുടെ നന്മയും അച്ചടക്കവും ലക്ഷ്യമാക്കി അധ്യാപകർ നൽകുന്ന ശിക്ഷകളെ ക്രിമിനൽ കുറ്റമായി കാണാനാവില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ലഘുവും ലളിതവുമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്ന അധ്യാപകരെ ബാലനീതി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ സ്കൂളുകളുടെയും സ്ഥാപനങ്ങളുടെയും നടത്തിപ്പ് ദുഷ്കരമാകുമെന്നും കോടതി കരുതുന്നു. ചിൽഡ്രൻസ് ഹോം, ഷെൽട്ടർ, സ്പെഷ്യൽ ഹോം തുടങ്ങിയവയുടെ ഗണത്തിൽ പെടുന്നതല്ല സ്കൂളുകളെന്നും അതിനാൽ തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ് പ്രകാരം കേസെടുക്കാനാവില്ല എന്നുമായിരുന്നു ഹർജിക്കാരനായ അധ്യാപകന്റെ വാദം. സമ്മിശ്ര പ്രതികരണമാവാം ഈ കോടതി വിധിയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഉണ്ടാവുക. പക്ഷേ വിധിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട പല കാര്യങ്ങൾക്കും ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയുണ്ട്. പണ്ടൊക്കെ അധ്യാപകരെ കുട്ടികൾ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് അധ്യാപകർ കുട്ടികളെ ഭയപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഭയമല്ല, ഗുരുശിഷ്യ ബന്ധത്തിന്റെ അടിസ്ഥാനം. അത് ബഹുമാനത്തിലും കരുതലിലും അധിഷ്ഠിതമായ അതിവിശുദ്ധമായൊരു ബന്ധമാണ്. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ ആദരവ് അർഹിക്കുന്നു. വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള കരുതലാണ് ആ ആദരവിന് പ്രധാനം. അസുഖകരമായ പല കാരണങ്ങളും നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും നടക്കുന്നുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിക്ക് സംഭവിച്ച ദുരനുഭവം കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ നടന്നതുമൊക്കെ കേരളത്തിനേറെ അപമാനകരമായ സമീപകാല സംഭവങ്ങളായിരുന്നു. കുറ്റകൃത്യങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് ഇതിന്റെ മൂല കാരണം. രാഷ്ട്രീയ അന്ധത ബാധിച്ച അധ്യാപകർ ഇന്ന് നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ഏറെയുണ്ട്. പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ അവർ തങ്ങളുടെ കക്ഷിയിൽപ്പെട്ടവരുടെ സംരക്ഷകരും വക്താക്കളുമായി മാറുന്നു. ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പോലും രാഷ്ട്രീയക്കാരായ അധ്യാപകർ പരസ്യ പിന്തുണ നൽകുന്നു. ഇതൊക്കെ ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ പതിവായിരിക്കുന്നു. സർവകലാശാലകളുടെ ഭരണസമിതികളിൽ രാഷ്ട്രീയ നിറം നോക്കി അധ്യാപകരെയും വിദ്യാർത്ഥി പ്രതിനിധികളെയും ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് ചില പ്രത്യുപകാരങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അത് പക്ഷേ അനീതിക്കും അധർമ്മത്തിനും കുടപിടിക്കുന്നതാകരുത്. ധാർമ്മിക ശക്തിയുള്ള അധ്യാപകന്റെ ഒരു നോട്ടത്തിനും വാക്കിനും മുന്നിൽ തല കുനിഞ്ഞു പോകുന്ന വിദ്യാർത്ഥി നേതാക്കൾ ഉണ്ടായിരുന്നു. മുഷ്ടി ചുരുട്ടി മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥി നേതാവിന്റെ മുന്നിൽ ആ ഇച്ഛാശക്തി കോട്ട തീർത്തിരുന്നു. കലാപകലുഷിതമായ ക്യാമ്പസ് അന്തരീക്ഷത്തെ വെണ്ണ പോലെ ഉരുക്കിയെടുത്ത എത്രയോ പ്രിൻസിപ്പൽമാരുടെയും ഹെഡ് മാസ്റ്റർമാരുടെയും അധ്യാപകരുടെയും കഥകൾ പഴയ തലമുറയ്ക്ക് പറയാനുണ്ടാവും. അതവരുടെ ഉരുക്കുപോലുള്ള മനസ്സിന്റെ ദാർഢ്യം മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി ഉരുകിത്തീരുന്ന ആത്മാർത്ഥതയുടെയും കൂടി പ്രതിഫലനമായിരുന്നു. റെസ്പോൺസിബിൾ പാരന്റിംഗ് എന്നതുപോലെ ഉത്തരവാദിത്തമുള്ള അധ്യാപനവും പ്രധാനമാണ്. അത് വെറും വിജ്ഞാന പ്രസരണം മാത്രമല്ല, ബുദ്ധിക്കും മനസ്സിനും ഒക്കെ ഉതകുന്ന ജ്ഞാനം പകർന്നു നൽകുന്നവരാണ് ഗുരുക്കന്മാർ. അവരുടെ തലമുറ അവസാനിക്കരുത്. അത് അനുസ്യൂതം തുടരുമ്പോഴാണ് പുതിയ തലമുറകളിൽ വിജ്ഞാനത്തിനൊപ്പം വിവേകത്തിന്റെയും സൂര്യൻ ഉദിക്കുക. അത് കോടതി ഉത്തരവുകളിലൂടെയോ സർക്കാർ വിജ്ഞാപനത്തിലൂടെയോ വരേണ്ടതല്ല. ഉദാത്തമായ മാനവികതയിൽ നിന്നും ഉരുത്തിരിയേണ്ടതാണ്. നമസ്കാരം.